ഇതുപോലെ കമന്റ് ഇടുന്ന ഒരുപാട് പേർക്കുള്ള ഒരു ഉഗ്രൻ മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ കസ്റ്റമർ ആയിട്ടുള്ള ലക്ഷ്മിക്ക് വന്നിട്ടുള്ള ഒരു അമേസിംഗ് ചേഞ്ച് ആണ് കേട്ടോ. ആളെ പേര് ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമില്ല, ലക്ഷ്മി തെളിവ് സഹിതമാണ് നമുക്ക് ഷെയർ ചെയ്തത്. ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത മൂന്നാമത്തെ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഫസ്റ്റ് ബോട്ടിൽ തന്നെയാണ് മാറ്റങ്ങളൊക്കെ തുടങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് മുടി പൊട്ടുന്നുണ്ടായിരുന്നു, പിന്നെ വളരുന്നുണ്ടായിരുന്നില്ല. ഈ തുമ്പ് ഭാഗം വന്നിട്ട് ഭയങ്കരമായിട്ട് ഒരുമാതിരി വളരാത്തൊരവസ്ഥ, ചെമ്പിച്ച് ഒരുമാതിരി പോയൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഞാൻ അല്ലു സേറോന്റെ റിവ്യൂസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയത്. ഈ അല്ലു സേറോനെ കുറിച്ചുള്ളത് കേൾക്കുന്നത്, റിവ്യൂസ് ഒക്കെ ഒത്തിരി കണ്ടപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബോട്ടിൽ തന്നെയാണ് ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. നല്ല മാറ്റമുണ്ട്. എനിക്ക് ഇപ്പോൾ പുറത്തുനിന്നൊരു എണ്ണ യൂസ് ചെയ്യാനായിട്ട് പേടിയായിരുന്നു. കാരണം അങ്ങനെ പുറത്തുനിന്ന് ഇതുവരെയും ഫസ്റ്റ് ടൈമാണ് അവർ പുറത്തുനിന്നൊരു എണ്ണ എന്ന് പറഞ്ഞിട്ട് അല്ലു സേറോ ചെയ്യുന്നത്. അതിന് മുന്നേ വരെ വീട്ടിലുള്ള കാച്ചി എണ്ണ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര പേടിയായിരുന്നു പുറത്തുനിന്നൊരു എണ്ണ വാങ്ങിച്ച് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ ഇങ്ങനൊരു മാറ്റം, നല്ലൊരു റിസൾട്ട് ഉള്ളതുകൊണ്ട് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന്. പക്ഷേ ഈ പ്രാവശ്യം മൂന്നാമത്തെ ബോട്ടിൽ ബുക്ക് ചെയ്തതോടുകൂടെ തന്നെ ഞാൻ വെച്ച് എന്തായാലും ഇത്രയും റിസൾട്ട് ഉള്ളതല്ലേ, അപ്പോൾ എന്തായാലും റിവ്യൂ പറഞ്ഞേ മതിയാവത്തുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്ന് വെച്ചാൽ ഈ ഓയിലിന്റെ റിസൾട്ട് കാരണം എനിക്കിങ്ങനെ അറിയിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ നല്ല റിസൾട്ട് അല്ലു സേറോയിൽ തന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വോയിസ് ഇടുന്നത്. ഭയങ്കരമായിട്ട് പേടിച്ചാണ് ഞാൻ എണ്ണ യൂസ് ചെയ്തത്. കാരണം ഒരുപാട് ഹെയർ ഓയിലിനെ കുറിച്ചൊക്കെ ഇപ്പം പരസ്യമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു അതൊക്കെ വെറുതെ ആയിരിക്കും, ചുമ്മാ വാങ്ങിച്ച് തേച്ച് ഉള്ള ഹെയറും കൂടി കളയരുതെന്നൊക്കെ. പക്ഷേ ഞാൻ അത് തേച്ചത് കൊണ്ട് എന്തായാലും നന്നായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി. താങ്ക് യു അപർണ ചേച്ചി.